ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓഡിബിൾ ആണോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒത്തിരി ഡിലേ ആക്കാണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ടോസ് അക്കാഡമി. നിങ്ങൾക്ക് സ്ലൈഡ് ക്ലിയർ ആണോ? സ്ലൈഡ് വിസിബിൾ ആവുന്നുണ്ടല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആണോ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, എങ്ങനെ പോകുന്നു എല്ലാവരുടെ കേറ്റഡ് പ്രിപ്പറേഷനൊക്കെ? എങ്ങനെ പോകുന്നു? നന്നായി തന്നെ പോകുന്നുണ്ടോ പ്രിപ്പറേഷൻസ് ഒക്കെ? എല്ലാവരും ഈ പ്രാവശ്യത്തെ കേറ്റഡ് എഴുതാൻ റെഡിയാണോ? ഓക്കെ, ഒരാൾ മാത്രമാണ് ഓക്കെ പറഞ്ഞോളൂ. അപ്പം നിങ്ങൾ ബാക്കിയുള്ള ആളുകൾ റെഡിയല്ല? എന്താണ് പ്രസന്റ്ലി നിങ്ങളുടെ മൈൻഡിലൂടെ പോകുന്ന ചിന്തകൾ? ചുമ്മാ ഒന്ന് ഷെയർ ചെയ്യാമോ? എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് അറ്റ് പ്രസൻറ്റ് കേറ്റഡ് എക്സാമിനേഷൻ വരുന്നതിന് മുമ്പായിട്ട്, ഇപ്പോൾ ഇനി ഫ്യൂ ഡേയ്സും കൂടെ ഉള്ളൂ കേറ്റഡ് എക്സാമിനേഷനിലേക്ക് നമ്മൾ എത്താനായിട്ട്. സോ അറ്റ് ദിസ് മൊമെൻറ്റ് കമ്മീഷൻ തിരക്കായതുകൊണ്ട് പ്രിപ്പറേഷന് ടൈം കിട്ടുന്നില്ല എന്നൊരാൾ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ചെറിയ വറീസൊക്കെ കാണുമായിരിക്കും. അപ്പോൾ എല്ലാവരുടെ മൈൻഡിലൂടെ പോകുന്ന ചിന്തകളൊന്ന് പറയൂ. ചുമ്മാ റാൻഡംലി കുറച്ച് ചിന്ത പറ. റാൻഡംലി കുറച്ച് പേരെങ്കിലും ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടേക്ക് ക്ലാസ്സിലേക്ക് പോകാം. നോ കമൻസ്? നമ്മൾ ഏതോ കോണിലിരുന്ന് സംസാരിക്കുന്നവരാണ് കേട്ടോ നമ്മളൊക്കെ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംസാരിച്ചാലാണ് നമുക്കിത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. നോ രക്ഷ, സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾ ഇതായിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇട്ടേരെ. ഓക്കെ, മൈസെൽഫ്, എൻ്റെ പേര് അഞ്ജലി എന്നാണ്. കേറ്റഡ് അറബിക് 3 ഇംഗ്ലീഷ് 2. ഓക്കെ, ഒന്ന് പഠിക്കാനുണ്ട്. കേറ്റഡ് അറബിക് 3 ഇംഗ്ലീഷോ? എനിക്ക് ആ ഒരു കമൻറ്റ് മനസ്സിലായില്ല. കേറ്റഡ് അറബിക് 3. ഓക്കെ, കേറ്റഡ് അറബിക് 3യും ഇംഗ്ലീഷ് കാറ്റഗറി 2ഉം ഒക്കെ ഒന്നും പഠിക്കാണ്ടാണ് കിട്ടിയത്. ബട്ട് കേറ്റഡ് 3 ഇംഗ്ലീഷ് കിട്ടിയില്ല. നെർവസ് ആണ്. ഓഹോ, ഒന്നും പഠിക്കാതെ കിട്ടിയെന്നൊക്കെ ഇങ്ങനെയൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്നും പറയരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒന്നും പഠിക്കാതെ ഒന്നും ആയിരിക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഉദ്ദേശിച്ചത് പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല. റാൻഡംലി നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പോയിട്ട് ക്വാളിഫൈഡ് ആയെന്നായിരിക്കും ഉദ്ദേശിച്ചത്. അവിടെ എന്തൊക്കെയോ അറിവുകൾ നമുക്ക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, നെർവസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെർവസ് ഒന്നും ആവണ്ട. നെർവസ് ആയതുകൊണ്ടോ ടെൻഷൻ അടിച്ചുകൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും ലൈഫിൽ കിട്ടാനില്ല. നമ്മൾ വരാനുള്ളത് എന്തായാലും വരും. സോ വി ഹാവ് ടു ഫേസ് ദാറ്റ്. ആ ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ടെൻസ്ഡാണ് നന്നായിട്ട്. എന്തിനാന്നേ ടെൻഷൻ? എന്തിനാന്നേ ടെൻഷൻ? വേണ്ട. 2 തവണ എഴുതി പറ്റി കിട്ടിയില്ല, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. 2 തവണ എഴുതിയിട്ട് കിട്ടാത്തതിനാണോ ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നത്? എത്രയോ പ്രാവശ്യം എഴുതിയിട്ട് കിട്ടാത്തവരുണ്ട്, ഒറ്റ പ്രാവശ്യം കിട്ടുന്നവരുണ്ട്. അതൊന്നും ഒരു ഇതല്ല. നമ്മുടെ മൈൻഡിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു വർക്ക് ഫോർ ദാറ്റ്. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നോ നാളെയോ കിട്ടാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആർക്കും കിട്ടാത്ത ഒരു പണ്ടാരം പരീക്ഷയൊന്നും അല്ലല്ലോ ഇത്. കുറേ പേർക്കൊക്കെ കിട്ടുന്ന നല്ലൊരു എക്സാമിനേഷനാണ്. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അത് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ക്ലാസ് ഒന്ന് മുന്നോട്ട് പോവാം. ഇതിനിടയ്ക്ക് നമുക്ക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ എൻ്റെ പേര് അഞ്ജലി എന്നാണ്. എൻ്റെ വീട് വരുന്നത് മൂവാറ്റുപുഴയാണ്. ടോസ് അക്കാഡമിയിലെ ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ് കേട്ടോ. ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടോ?
ഞാൻ 2 തവണ എഴുതി, കേട്ട 2 മാത്രമേ കിട്ടിയുള്ളൂ. സാരമില്ലടാ, എണ്ണത്തിനെ ഓർത്ത് നിങ്ങൾ വറി ചെയ്യേണ്ട. അപ്പം നമ്മുടെ ഭാഗത്ത് വന്ന എന്തോ മിസ്റ്റേക്കും കൊണ്ടാണ് കിട്ടാത്തത്. ഓക്കെ, അല്ലാതെ അതങ്ങനെ ആർക്കും കിട്ടാതിരിക്കുന്ന ഒരു പരീക്ഷയൊന്നും അല്ലല്ലോ. നമ്മൾ പ്രിപ്പയർ ചെയ്തതിലോ നമ്മൾ ഇതാക്കിയതിലോ എന്തോ മിസ്റ്റേക്കും കൊണ്ട് നമുക്ക് കിട്ടാതെ പോയതാണ്. ആ മിസ്റ്റേക്ക് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യാം, നമുക്കത് ക്ലിയർ ആക്കി എടുക്കുകയും ചെയ്യും. അപ്പം നമുക്ക് എന്തായാലും ഇംഗ്ലീഷ് കാറ്റഗറി 3ൻ്റെ ഒരു ഫൈനൽ ടച്ച് റിവിഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം കേട്ടോ. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ വറി ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇംഗ്ലീഷിൽ കുറേ ഇയറുകളുണ്ട്. ഹിസ്റ്ററിയിൽ എത്ര ഇയർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംശയമായിരിക്കും. അത്രമാത്രം ഇയർ പഠിക്കാനുണ്ട് നമ്മുടെ ഇംഗ്ലീഷിൽ. കാരണം എന്താണ്, ഓരോ ബുക്ക് പബ്ലിഷായ വർഷം, ഓരോ റൈറ്റേഴ്സ് ജനിച്ചത്, മരിച്ചത്, അവർക്ക് സമ്മാനങ്ങൾ കിട്ടിയത്, ബുക്കിൻ്റെ ട്രാൻസ്ലേഷൻ ഇറങ്ങിയത്, ആ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെട്ടത്, അതിൻ്റെ സെക്കൻഡ് വോളിയം, ഫസ്റ്റ് എഡീഷൻ, സെക്കൻഡ് എഡീഷൻ, അങ്ങനെ എത്രമാത്രം വർഷങ്ങളും കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ടൈം ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് നമ്മൾ പണ്ട് 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് പ്രസൻറ്റേഷൻ്റെ PDF ഗ്രൂപ്പിലിടുമോ, നമുക്ക് ആലോചിക്കാം. നോക്കട്ടെ കേട്ടോ, ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ചെയ്യാം. നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഹാൻഡ് ബുക്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടല്ലോ, കുറേ നോട്ട്സൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയിട്ടുള്ള നമ്മൾക്ക് പൊതുവെയുള്ള ധാരണ ലിറ്ററേച്ചർ ഭയങ്കര എളുപ്പത്തിൽ കിട്ടും, നമുക്ക് പഠിക്കണമെന്നൊന്നുമില്ല, കുറേ കഥയും കവിതയൊക്കെ ഉള്ളൂ, നാടകമൊക്കെ കണ്ടാൽ മതി, സിനിമയൊക്കെ പഠിച്ചാൽ മതി എന്നൊക്കെ ആണെങ്കിൽ അവരോട് പറയണം, നമുക്ക് അങ്ങനെ മാത്രമല്ല പഠിക്കാനുള്ളൂ, നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ആ ഇഷ്ടം പോലെ പഠിക്കാനുള്ളതിൽ ഒരു കാര്യമാണ് ഈ ഡേറ്റ്. അപ്പം ഈ ഡേറ്റ് ഒക്കെ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? ഈ ക്ലാസ് പിന്നീട് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും, കിട്ടും. ഇതിൻ്റെ റെക്കോർഡഡ് വേർഷൻ നമ്മൾ അവൈലബിൾ ആക്കും കേട്ടോ. അപ്പോൾ ഈ ലിറ്ററേച്ചറിലെ ഇവൻറ്റ്സുകളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ അടുത്തൊരാൾ സിനിമയുടെ കഥ പറയാൻ പറഞ്ഞാൽ നമ്മൾ ആ കഥ പറയും. നമ്മൾ കണ്ട ഒരു സിനിമയാണെങ്കിൽ നമ്മൾ ആ സിനിമയുടെ കഥ പറയും. പക്ഷെ നമ്മൾ ഡിഗ്രി പഠിച്ചവരുണ്ടാവും, PG പഠിച്ചവരുണ്ടാവും ഇതിനകത്ത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പീരിയഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഓരോ റൈറ്റേഴ്സും ഏത് കാലഘട്ടത്തിൽപ്പെട്ട എഴുത്തുകാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കാതെ പോകുന്നത്? നമ്മൾക്ക് ഈ ഇവൻറ്റ്സുകളൊന്നും കൃത്യമായി അതിൻ്റെ ഓർഡറിൽ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ്. ചിലപ്പോൾ നമുക്ക് കേട്ടിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇതിനകത്ത് ആദ്യം ജനിച്ച റൈറ്റർ ആരാണ്, ആദ്യം മരിച്ച റൈറ്റർ ആരാണ്, ബൈറൻ്റെയും ഷെല്ലിയുടെയും കീറ്റ്സിൻ്റെ ഒക്കെ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർസിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഓക്കെ, ഇവരുടെ ആ ഒരു ഹിസ്റ്ററി, ഏർലി റൊമാൻറ്റിക്സ്, ലേറ്റർ റൊമാൻറ്റിക്സ്, പ്രീ റൊമാൻറ്റിക്സ്, പ്രീ വിക്ടോറിയൻ, ലേറ്റ് വിക്ടോറിയൻ, ഇവരെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആ ഓർഡറിൽ അറിയുമെങ്കിൽ ഇത് കുറേ കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഈ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കാനായിട്ട്. കാരണം വർഷം നമുക്ക് അങ്ങനെ 1798, 1800 ഇങ്ങനെ വർഷമായിട്ട് ഓർത്തിരിക്കുമെങ്കിൽ ഈ സംഭവമാണ് ആദ്യം സംഭവിച്ചത്, അതുകൊണ്ട് എന്തായാലും 1800-ലായിരിക്കില്ല, അതിന് മുമ്പുള്ളൊരു വർഷമാണ് എന്ന് ഓർത്ത് നമുക്കിത് MCQs ആണല്ലോ. അപ്പം നമുക്ക് ഈ MCQs അങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ സെൽഫായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഇവൻറ്റ്സ് എല്ലാം തന്നെ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ വേണം നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട്. ആൻഡ് നമ്മുടെ ഈ ഡേറ്റ് എഴുതുന്ന സമയത്ത് ഇതിനകത്തെ ഹൈലൈറ്റ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ എത്ര ഗൈഡ് മേടിച്ചാലും, നിങ്ങൾക്ക് എത്ര നോട്ട്സ് കോപ്പി എടുക്കാൻ കിട്ടിയാലും, എപ്പോഴും നിങ്ങളുടെ ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങളുടെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്നും നിങ്ങൾ ആ സ്റ്റഡി മെറ്റീരിയൽസ് നോക്കിയിട്ട് നിങ്ങളുടെ ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഓർഡറിൽ വേണം നിങ്ങൾ ഈ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാനും. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റർ ഉപയോഗിച്ച് തന്നെ ഹൈലൈറ്റ് ചെയ്യുക. ദെൻ
ആ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഗ്രൂപ്പ് ഫോം ചെയ്യാം. എന്തിനാണ് നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്? അതായത് ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് നമുക്ക് ഓരോ കാറ്റഗറിയായിട്ട് തിരിക്കാം. ഇപ്പോൾ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷിലെ റൈറ്റേഴ്സ് ഒരു കോളം, മിഡിൽ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഒരു കോളം, അതിൽ തന്നെ ഏർലി മിഡിൽ ഇംഗ്ലീഷിലുള്ളവർ ചോസർ, ലാംഗ്ലാൻഡ് അങ്ങനത്തെ റൈറ്റേഴ്സ്. അതുപോലെ തന്നെ ഇപ്പോൾ റിനൈസൻസ് കാലഘട്ടമാണെങ്കിൽ എലിസബത്തിൻ, ജക്കോബിയൻ, കാരോലിൻ, കോമൺവെൽത്ത്. ഇപ്പോൾ എലിസബത്തിൻ ഏജിലെ റൈറ്റേഴ്സ്, കാരോലിൻ ഏജിലെ റൈറ്റേഴ്സ്, ജക്കോബിയൻ ഏജിലെ റൈറ്റേഴ്സ്, കോമൺവെൽത്ത് ഏജിലെ റൈറ്റേഴ്സ്. അതിൽ തന്നെ ഇപ്പോൾ റിനൈസൻസിൽ തന്നെ എലിസബത്തിൻ ഇറയിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് ഷേക്സ്പിയർ. അപ്പോൾ ഷേക്സ്പിയറിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആദ്യമേ ഈ നോട്ടിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള സ്ട്രക്ചർ ഫോം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബേസിക് ധാരണ വരും. എന്ത്, എങ്ങനെ, എവിടെ പഠിക്കണം എന്നുള്ളൊരു ബേസിക് നോളജ് വരും. ആ ബേസിക് നോളജ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ആ ക്ലിയർ പിക്ചറിനകത്ത് ഒരു ഇവൻറ്റിന് മുമ്പും ഒരു ഇവൻറ്റിന് ശേഷവും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും നേരം ഞാൻ സംസാരിച്ച കാര്യം? ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പം ഞാനിത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ പറയുന്ന ഓൾഡ് ഇംഗ്ലീഷിനെ കുറിച്ചും മിഡിൽ ഇംഗ്ലീഷിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണ്ടേ. ഈ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എഴുതുക. അതിനുശേഷം അതിൻ്റെ ടൈം സ്പാൻ എഴുതി വയ്ക്കുക. 450 മുതൽ 1066 വരെയാണ് ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം 1066 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് ആണ്. ക്യാൻ യു ഹൈലൈറ്റ് ദാറ്റ് ഇവൻറ്റ്? ആ ഇവൻറ്റ് എന്തായിരുന്നു? അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നോർമൻ കോൺക്വസ്റ്റോട് കൂടിയിട്ടാണ് ഏത് വർഷം ഏത് ലിറ്റററി പീരീഡ് അവസാനിച്ചത്? ആംഗ്ലോ സാക്സൺ. ഈ ഓൾഡ് ഇംഗ്ലീഷ് ഏജിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? അപ്പൊ ആംഗ്ലോ സാക്സൺ ഗ്രൂപ്പിന്റെ ആ എൻഡ് സംഭവിച്ചത് എങ്ങോട്ടേക്ക് ആര് വന്നതോട് കൂടിയിട്ടാണ്? ഇംഗ്ലണ്ടിലേക്ക് നോർമൻസ് വന്നതോട് കൂടിയിട്ടാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? നോർമൻ കോൺക്വസ്റ്റ് സംഭവിച്ചു. നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഓക്കെ, അപ്പൊ 1066 നോർമൻ കോൺക്വസ്റ്റോട് കൂടി ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് അവസാനിക്കുകയും മിഡിൽ ഇംഗ്ലീഷ് പീരീഡിന്റെ ബിഗിനിങ് സംഭവിക്കുകയും ചെയ്തു. ഇനി നമ്മുടെ ഈ കഥയിൽ നമ്മൾ 1066 എന്നുള്ള ഒരു ഡേറ്റ് നമുക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം നോർമൻ കോൺക്വസ്റ്റ് സംഭവിച്ചതാണ്. ഇങ്ങനെ ഓരോ പർട്ടിക്കുലർ ഇവൻറ്റിനും നിങ്ങൾ ഓരോ കാറ്റഗറി കൊടുത്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര ഈസിയായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കി? നോർമൻ കോൺക്വസ്റ്റോട് കൂടി ഓൾഡ് ഇംഗ്ലീഷ് അവസാനിച്ചു എന്നും നോർമൻ കോൺക്വസ്റ്റോട് കൂടി മിഡിൽ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് പഠിക്കാൻ പറ്റി. ഇനി നമ്മൾ ഓരോ പീരീഡിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. ഇപ്പം നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷിൽ തന്നെ കീ ലിറ്റററി ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. അവർ കുറേയൊക്കെ ഓറൽ ട്രഡീഷൻ ഫോളോ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. വൈ ഓറൽ ട്രഡീഷൻ? ആ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നില്ല? പ്രിന്റിംഗ് പ്രസ് ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്കറിയാം വില്യം കാക്സ്റ്റൺ എവിടെ വരുന്ന ആളാണ്? വില്യം കാക്സ്റ്റൺ എന്തായാലും എവിടെ വരത്തില്ല? ഓൾഡ് ഇംഗ്ലീഷിൽ വരത്തില്ല. അത്യാവശ്യം ലിറ്ററേച്ചർ ഫ്ലറിഷ് ആവുന്ന സമയം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒരു കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്ന കാലഘട്ടമായിരുന്നു മിഡിൽ ഇംഗ്ലീഷ്. അപ്പം നമുക്കറിയാം വില്യം കാക്സ്റ്റൺ എവിടെ വന്നു? മിഡിൽ ഇംഗ്ലീഷിൽ വന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി കിട്ടുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പോൾ ഈ ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തിൻ്റെ ഒരു കീ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിരുന്നു ഓറൽ ട്രഡീഷൻ. എന്ന് വെച്ചാൽ അവിടെ കൂടുതൽ ലിറ്റററി വർക്ക്സ് സംഭവിച്ചുകൊണ്ടിരുന്നത് വാമൊഴിയായിട്ടായിരുന്നു. അതും കൂടുതൽ ഹീറോയിക് ആയിട്ടും ക്രിസ്ത്യൻ തീംസും ആയിട്ടും ഒക്കെയാണ്. പിന്നെ സ്ട്രോങ് റിതമിക് ഫീച്ചറും അലിട്രേഷനും ആ സമയത്തെ ഒരു ലിറ്റററി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഇനി ഈ സമയത്തെ ഓതേഴ്സ് ഓറൽ ട്രഡീഷൻ ആയതുകൊണ്ട് തന്നെ എന്തുണ്ടായിരുന്നില്ല?
റിട്ടൺ വർക്ക്സ് കുറവായിരുന്നതിന് പിന്നെ നമുക്ക് ആരാണ് ഓതേഴ്സ് എന്ന് വലിയ പരിചയമില്ല. അനോണിമസ് റൈറ്റേഴ്സ് ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ബെയർവുൾഫ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് എപ്പിക് ഒക്കെയാണ് നമ്മുടെ ബെയർവുൾഫ് എന്ന് പറയുന്ന വർക്ക്. ബെയർവുൾഫിൻ്റെ തീമും ഈ ഹീറോയിക് തീമും അഡ്വഞ്ചറസ് തീമൊക്കെ തന്നെയാണ്. അപ്പോൾ ബെയർവുൾഫ്, വാണ്ടറർ, സീഫെയറർ ഒക്കെയായിരുന്നു ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. ഇനി ഇതിൽ തന്നെ നിങ്ങളുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏത് വർക്കാണ് കൂടുതലായിട്ടും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ വർക്കും ആ റൈറ്ററെയും ഹൈലൈറ്റ് ചെയ്യുക. ഇതെല്ലാ എല്ലാ ഇയറിലും ബാധകമാണ് കേട്ടോ. നമുക്ക് മിഡിൽ ഇംഗ്ലീഷിലും ഇങ്ങനെ തന്നെ ചെയ്യാം. ഓൾഡ് റെനൈസൻസ് ഏജിലൊക്കെ നമുക്ക് ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് വൺ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷിൽ ടു മിഡിൽ ഇംഗ്ലീഷിലേക്ക് ഒരു ട്രാൻസിഷൻ ഏജ് ആണ്. പിന്നെ റിലീജിയസ് ആൻഡ് കോർട്ട്ലി തീംസ് വരുമായിരുന്നു. അലിഗറിയും ഷിവലറിയും ഒക്കെ ഇതിനകത്തെ ഒരു തീമാണ്. നമുക്കറിയാം ഷിവലറിക് ആയിട്ടുള്ള നമ്മുടെ ചോസറിൻ്റെ പ്രൊലോഗ് ടു ദ കാൻറ്റംബറി ടേൽസിലെ നൈറ്റും സ്ക്വയറും ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി ഈ സമയത്ത് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് എഴുതുക. ആ റൈറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് നിങ്ങൾ എഴുതി വയ്ക്കുക. അതിൽ തന്നെ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ മേജർ ഓതേഴ്സ് എന്ന് പറയുന്നത് ജെഫ്രി ചോസർ, വില്യം ലാംഗ്ലൻഡ്, സർ ഗെവിൻ, പിന്നെ നമുക്കുണ്ട് ജോൺ ഗവർ. ഓക്കെ, അപ്പോൾ ജെഫ്രി ചോസറിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് കാൻറ്റംബറി ടേൽസ്. കാൻറ്റംബറി ടേൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. കാൻറ്റംബറി ടേൽസിൽ എത്ര പിൽഗ്രിംസ് ഉണ്ട്? വേറെ ഓപ്ഷൻ 31. വേറെ ഓപ്ഷൻ മേഘയ്ക്ക് 32 ആയി. ആരൊരാൾ 29 എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. എനിവേ ദ റൈറ്റ് ആൻസർ ഇസ് 29. നിങ്ങൾ കേട്ടിരുന്നു അല്ല ഫർഹ, 31 അല്ല. 31 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? Okay, 29 plus 2, that is correct. 29 plus 2 എന്ന് പറയുമ്പോൾ we have 29 pilgrims and 2 among them are not considered as a pilgrims. നമ്മുടെ കാൻറ്റംബറി ടേൽസിൻ്റെ കഥ എന്താണ്? യെസ്, 29 is the right answer. എങ്ങനെയാണ് 29 ആയത്? 29 പിൽഗ്രിംസ് എങ്ങോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. കുറച്ച് പിൽഗ്രിംസ്, ഞാൻ നമ്പർ അവിടെ ഹോൾഡ് ചെയ്യാം കേട്ടോ, കുറച്ച് പിൽഗ്രിംസ് എങ്ങോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്? കാൻറ്റംബറിയിൽ സെയിൻറ്റ് തോമസ് ബെക്കേറ്റിൻ്റെ കത്തീഡ്രൽ കാണാനായിട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ഈ സെയിൻറ്റ് തോമസ് ബെക്കറ്റ് ഒക്കെ നമുക്കറിയാലോ, ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റംബറിൻ്റെ കഥയും ഹെൻറി എയ്റ്റിനെയും നമ്മുടെ TS എലിയറ്റിൻ്റെ മർഡർ ഇൻ ദ കത്തീഡ്രലൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കുറേ കാലത്തേക്ക് ഇംഗ്ലണ്ട് വിറങ്ങലിച്ചു പോയൊരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം കാൻറ്റംബറി ടേൽസിലെ കഥ എങ്ങോട്ടാണ് പോകുന്നത്? ഇവരെല്ലാവരും കൂടിയിട്ട് സെയിൻറ്റ് തോമസ് ബെക്കേറ്റിൻ്റെ കത്തീഡ്രൽ കാണാനായിട്ട് പോവുക. എങ്ങനെയാണ് ഈ തോമസ് ബെക്കേറ്റ് സെയിൻറ്റ് തോമസ് ബെക്കേറ്റ് ആയത്? നിങ്ങൾക്ക് ആ ഹിസ്റ്ററി അറിയത്തില്ലേ? ചരിത്രം ഹിസ്റ്ററി അറിയോ? എങ്ങനെയാണ് ഈ ഒരു മനുഷ്യൻ സെയിൻറ്റ് തോമസ് ആയതെന്ന്? അതായത് നമ്മുടെ രാജാവ് ഇയാളിങ്ങനെ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹെൻറി എയ്റ്റ് ആണ്. ഹെൻറി എയ്റ്റിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഈ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റംബറി ആയിരുന്ന തോമസ് ബെക്കേറ്റ്. അപ്പോൾ ഈ ഹെൻറിക്ക് കുറച്ച് വിഷയങ്ങളിലൊക്കെ ചെറിയ ചെറിയ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ ഹെൻറി കൂട്ടുകാരനെ കൂടെ നിർത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ പള്ളി, അന്നത്തെ കാര്യങ്ങളിൽ കുറച്ച് പള്ളിക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ പള്ളിയെ സംബന്ധിച്ച് ഈ ഡിവോഴ്സ് ഒക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തൻ്റെ സുഹൃത്താണ് പള്ളിയുടെയും ഏറ്റവും ടോപ്പിലിരിക്കുന്നതെങ്കിൽ, ആർച്ച് ബിഷപ്പായിട്ടിരിക്കുന്നതെങ്കിൽ തൻ്റെ സുഹൃത്ത് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ തൻ്റെ സുഹൃത്ത് കൊടുത്ത ഈ സ്ഥാനം ദുർവിനിയോഗം ചെയ്യാനായിട്ട് തോമസ് ബെക്കേറ്റ് തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇയാളിങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇയാൾ പറയണോ, എങ്ങനെയെങ്കിലും ഈ ശല്യം ഒന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് ഹെൻറി പ്രാർത്ഥിക്കുന്നത് ഇയാളുടെ സോൾജേഴ്സ് കേൾക്കുകയാണ്. അപ്പോൾ ഇയാളുടെ സോൾജേഴ്സ് എന്ത് വിചാരിക്കുന്നു? ഓക്കെ, ഈ ശല്യത്തെ ഒഴിവാക്കാൻ തന്നെ എന്നാണ് പ്രാർത്ഥിച്ചതെന്ന് തീരുമാനിക്കുകയും അവർ ആർച്ച് ബിഷപ്പിനെ, തോമസ് ബെക്കേറ്റിനെ കത്തീഡ്രലിലിട്ട്
ആ പള്ളിമേടയ്ക്ക് അകത്തിട്ട് അവർ കൊന്നു കളയുകയാണ്. പള്ളിക്കകത്തൊരു കൊലപാതകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും നമ്മുടെ നാടും നഗരവും നടുങ്ങും. അന്ന് ഇംഗ്ലണ്ട് നടുങ്ങി വിറച്ചു. അതോട് കൂടിയിട്ട് പള്ളി കുറേ കാര്യങ്ങളിൽ സ്റ്റോപ്പ് ചെയ്തു. ബാപ്റ്റിസം, നമ്മുടെ ഈ അവസാനത്തെ ഫ്യൂണറൽ സർവീസ്, മാരേജ്, അതേപോലെ അന്ത്യകുദാശ കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പള്ളി അങ്ങ് വേണ്ടാന്ന് വെച്ചു. അതോടുകൂടി ബാപ്റ്റിസം ഇല്ല, മാരേജ് ഫങ്ഷൻസ് ഇല്ല, പ്രോപ്പറായിട്ടുള്ള റിച്വൽസ് ഫ്യൂണറൽസിനില്ല. അങ്ങനെ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ആയിരുന്ന തോമസ് ബക്കേറ്റിനെ പള്ളിക്കകത്ത് വെച്ച് ജീവത്യാഗം സംഭവിച്ചു എന്ന പേരിൽ സെയിന്റ് തോമസ് ബക്കേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. കിട്ടിയോ? ഇത് എത്ര പേരുണ്ട് ഇന്നത്തെ MG യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുള്ള പിള്ളേര്? MG യൂണിവേഴ്സിറ്റി പഠിച്ച എത്ര പേരുണ്ട് ഇതിനകത്ത്? കുറെ പേരുണ്ടാവില്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഒരു ടെക്സ്റ്റ് ആയിരിക്കില്ലേ ഷേപ്പേഴ്സ് ഓഫ് ഡെസ്റ്റിനി? പഠിച്ചിട്ടുണ്ടോ ഷേപ്പേഴ്സ് ഓഫ് ഡെസ്റ്റിനി? പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ കഥയൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു നിർത്തിയിടത്തേക്ക് വരാം. അപ്പൊ ഒരു കൂട്ടം പിൽഗ്രിംസ് ഈ സെയിന്റ് തോമസ് ബക്കേറ്റിന്റെ കത്തീഡ്രൽ കാണാനായിട്ട് യാത്ര പുറപ്പെടുവാണ്. ഈ ഒരു കൂട്ടം പിൽഗ്രിംസ് എത്തപ്പെടുന്ന ഒരു സത്രമാണ് ടബാർഡ് ഇൻ. അവിടുത്തെ ഹോസ്റ്റ് ആയിട്ടുള്ള ഹാരി ബെയ്ലി ഇവർക്കൊരു വഴികാട്ടിയായിട്ട് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ കണക്കിലെ 30ാമന്റെ വരവ്. ഇനി 31ാമൻ ആരാണ്? ഇതിനകത്ത് 2 കഥ, മെൽബിയസ് ടെയിൽ ആൻഡ് പാസൽ, 2 കഥ അല്ലെ? 2 സ്റ്റോറീസ് ആര് പറഞ്ഞിട്ടുണ്ട്? ചോസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കണക്കിലെ അടുത്ത ഒരാളും കൂടെ കറക്റ്റ് അല്ലേ? പക്ഷേ തീർത്ഥാടകർ, നമ്പർ ഓഫ് പിൽഗ്രിംസ് എത്രയായിരുന്നു? അപ്പൊ നിങ്ങൾ പറ, നമ്പർ ഓഫ് പിൽഗ്രിംസ് എത്രയാണ്? പിൽഗ്രിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്ഥാടകർ എത്ര പേരാണ്? അല്ല 30 അല്ല 29. ഹാരി ബെയ്ലി ഇവരുടെ കൂടെ പോകുന്ന ഒരു വഴികാട്ടി മാത്രം. ചോസർ ഇതിന്റെ ഒരു നറേറ്റർ. ചോസർ ആ കൂടെ പോയോന്ന് നമുക്ക് അറിയാൻ പാടില്ല. പിൽഗ്രിംസ് ആയിട്ട് പോയവര്, തീർത്ഥാടകരുടെ എണ്ണം എന്ന് പറയുന്നത് 29 ആണ്. ആ ഒരു പോയിന്റ് ക്ലിയർ ആയോ? സെറ്റിന്റെ പരീക്ഷയ്ക്കും കേറ്റഡ് പരീക്ഷകൾക്കും ഒക്കെ തന്നെ ഈ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ ഈ 29 പിൽഗ്രിംസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കിയേക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വില്യം ലാംഗ്ലാൻഡ്, പിയേഴ്സ് ദ പ്ലോമാൻ ഒരു അലിഗോറിക്കൽ ആയിട്ടുള്ള വർക്കാണ്, ഒരു അലിഗോറിക്കൽ ഡ്രീം വർക്കാണ് ഈ പിയേഴ്സ് ദ പ്ലോമാൻ. പിന്നെ സർ ഗെവിൻ. അപ്പോൾ ജെഫ്രി ചൂസറിന്റെ എന്താ പറയുക, കണ്ടംപററീസ് ആരൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ജെഫ്രി ചൂസറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്കായിട്ടുള്ള കാൻറ്റർബറി ടെയിൽസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തെടുത്തു. വേറെ കുറേ വർക്ക് ഉണ്ട് കേട്ടോ. പാർലമെന്റ് ഓഫ് ഫൗൾസ്, ബുക്ക് ഓഫ് ടെക്ചേഴ്സ്, ലെജൻഡ് ഓഫ് ഗുഡ് വുമൻ, കുറേ വർക്ക്സ് വേറെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ നമുക്ക് സൂപ്പർ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന വർക്ക്. അപ്പം നമ്മൾ അത് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ആ ഒരു വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിത്തം നമ്മൾ ചെയ്യുക. Now we can move to the next literary period, that is Renaissance period. ഈ Renaissance periodന് സബ് ഡിവിഷൻസ് ഉണ്ട്. അതായത് റിനൈസൻസ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EJCC, E for Elizabethan age, J for Jacobean age, and C for Caroline age, and again C for Commonwealth period. ഇനി എന്താണ് ഈ എലിസബത്തൻ ഏജ്, ജക്കോബിയൻ ഏജ്, കാരോലിൻ ഏജ്, കോമൺവെൽത്ത് ഏജ്? ക്യൂൻ എലിസബത്തിന്റെ കാലഘട്ടമാണ് ഈ പറയുന്ന എലിസബത്തൻ ഏജ്. ജക്കോബിയൻ ഏജ്, ജെയിംസിന്റെ കാലഘട്ടമാണ് ജക്കോബിയൻ ഏജ്. ചാൾസിന്റെ കാലഘട്ടമാണ് കാരോലിൻ ഏജ്. ഒലിവർ ക്രോംവെല്ലിന്റെ കാലഘട്ടമാണ് കോമൺവെൽത്ത് പീരീഡ് അഥവാ ഇന്റർറെഗ്നം പീരീഡ് എന്ന് പറയുന്ന കാലഘട്ടം. ഓക്കെ, ക്യൂൻ എലിസബത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ഫ്ലറിഷിംഗ് ഓഫ് ഡ്രാമ, എക്സ്പ്ലോറേഷൻ ഓഫ് ഹ്യൂമനിസം, ലിറിക്കൽ പോയട്രി.
ഫ്ലറിഷിംഗ് ഓഫ് ഡ്രാമ ക്യൂൻ എലിസബത്തിന്റെ കാലഘട്ടത്ത് ആയതുകൊണ്ട് നമുക്കൊരു കാര്യം തീരുമാനിക്കാം, ഇംഗ്ലണ്ടിൽ ഡ്രാമയുടെ ആ ഒരു പൈനിയേഴ്സ് എന്ന് പറയുന്നത് ആരായിരുന്നു? യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആണ്. അപ്പൊ ഷേക്സ്പിയർ, യൂണിവേഴ്സിറ്റി വിറ്റ്സിലെ മെമ്പർ ആയിട്ടുള്ള മാർലോ, എഡ്മണ്ട് സ്പെൻസർ, ഇവരൊക്കെ തന്നെ എലിസബത്തൻ ഏജിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആണ്. അതിൽ തന്നെ ക്രിസ്റ്റഫർ മാർലോ ഏത് ഗ്രൂപ്പിൽപ്പെട്ട റൈറ്ററാണ്? ക്രിസ്റ്റഫർ മാർലോ എന്ന് പറയുന്ന ആള് ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്? യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ. യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആണോ ഷേക്സ്പിയർ ആണോ ആദ്യം വന്നത്? യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആണ്. ഷേക്സ്പിയറിന്റെ മുൻഗാമികൾ എന്ന് അറിയപ്പെടുന്ന റൈറ്റേഴ്സ് ആണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ജക്കോബിയൻ ഏജ്. ജക്കോബിയൻ ഏജ് ജെയിംസിന്റെ കാലഘട്ടമാണ് ജക്കോബിയൻ ഏജ്. മെറ്റഫിസിക്കൽ പോയിട്രി ഒക്കെ ഫ്ലറിഷ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ ജോൺ ഡൺ, ബെൻ ജോൺസൺ, ഫ്രാൻസിസ് ബേക്കൺ ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള റൈറ്റർ. പിന്നെ നമ്മൾ തൊട്ട് മുമ്പിലെ ഏജ് ആയിട്ടുള്ള എലിസബത്തൻ ഏജിലെ ഒരു പറയാൻ വിട്ടുപോയി, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്രിസ്റ്റഫർ മാർലോനെയും ഷേക്സ്പിയറെയും പഠിക്കുക. ഷേക്സ്പിയറിന് ധാരാളം ഡ്രാമയുണ്ട്. പക്ഷെ അതിൽ തന്നെ നിങ്ങൾക്ക് സിലബസിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലേ ഇന്ന ഡ്രാമ മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഥ അറിയാവുന്ന വർക്ക് വിട്ടിട്ട് കഥ അറിയില്ലാത്ത നോവൽ ഡ്രാമയെ കുറിച്ചൊക്കെ ഒന്ന് സമ്മറിയും, ആൻറ്റഗോണിസ്റ്റ് ആരാണെന്നും പ്രൊട്ടഗോണിസ്റ്റ് ആരാണെന്നും ലേഡി ക്യാരക്ടർ ആരാണെന്നും ഒക്കെ ഓർത്ത് വെക്കുക. ഹു ഇസ് ദ വില്ലൻ ഓഫ് ഒതെല്ലോ? പറ. നിങ്ങളുടെ പ്രീവിയസ് ഇയർ കേറ്ററ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഇസ് ദ വില്ലൻ ഓഫ്? യെസ്, ലഗോ. ലഗോ ഇസ് ദ വില്ലൻ ഓഫ് ഒതെല്ലോ. അപ്പൊ അങ്ങനത്തെ വില്ലൻ, പ്രൊട്ടാഗണിസ്റ്റ്, ആന്റഗോണിസ്റ്റ്, ഇനി പ്രത്യേകം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ലേഡി ക്യാരക്ടറെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞു വെക്കുക. ദെൻ കാരോലിൻ ഏജ്. മെറ്റഫിസിക്കൽ പോയിട്രിയുടെ വീണ്ടും ഒരു സെക്കൻഡ് സ്റ്റേജും പിന്നെ ഷെവലിയർ പോയിട്രി, കുറച്ചും കൂടെ റിലീജിയസ് ആയിട്ടുള്ള തീംസ് ആയിരുന്നു ചാൾസിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നത്. ദെൻ കോമൺവെൽത്ത് ഏജ്. ഡ്രാമയുടെ ഒക്കെ ഒരു ഡിക്ലൈൻ, ഒരു പ്യൂരിറ്റൻ റൈറ്റിംഗ്സിന്റെ കാലഘട്ടത്തിലേക്ക് വരികയാണ്. ജോൺ മിൽസന്റെ പാരഡൈസ് ലോസ്റ്റ് ഇസ് ദ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഓഫ് കോമൺവെൽത്ത് പീരീഡ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ആണോ? മുന്നോട്ടേക്ക് പോയിക്കോട്ടെടാ. ഇടയിൽ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ. ചൂസ് അക്കാഡമിയിലെ കേറ്ററ്റ് സെറ്റ്, അതുപോലെ തന്നെ HSC, HSST, VHSC, LPUB മുതലായ എല്ലാ വിഷയങ്ങളുടെയും കോച്ചിങ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ പ്രാവശ്യത്തെ കേറ്ററ്റ് പരീക്ഷ നിർണായകമാണ്. കാര്യം HSCയുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയെങ്കിലും ഈ തവണത്തെ കേറ്ററ്റ് പരീക്ഷ നിർണായകമാണ്. കാരണം എന്താണ്, ഓരോ തവണയും നമ്മളിപ്പോൾ നിങ്ങൾ സെറ്റ് എടുക്കുന്നവരുണ്ടെങ്കിൽ അറിയാം, സെറ്റിൻ്റെ എക്സാമിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരുന്നത് പോലെ തന്നെ കേറ്ററ്റ് എക്സാമിൻ്റെയും ലെവൽ അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനിയൊരു HSC പെട്ടെന്ന് കിട്ടുന്ന HSCകളൊക്കെ വിളിക്കുന്നുണ്ട്. 3 വർഷം കൂടുമ്പോഴത്തേക്കും HSC ആവുന്നുണ്ട്. അപ്പം നിങ്ങൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യുമായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഇതിനിടയിൽ എന്ത് വന്നാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കണം. അപ്പം നിങ്ങൾ ഓർക്കണം, ഈ പ്രാവശ്യം കേറ്ററ്റ് എഴുതിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം HSC എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റിൽ നെഗറ്റീവ് അടിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ പ്രാവശ്യത്തെ പരീക്ഷ എളുപ്പമായിരിക്കാം, നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. അപ്പം അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ LPUP ഒക്കെ വന്നാൽ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ കേറ്ററ്റ് കാറ്റഗറി 3, 2, 4 എല്ലാ സബ്ജക്റ്റിൻ്റെയും കോച്ചിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. 1, 2, 3, 4 എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പിലൂടെയാണ് ക്ലാസ്സസ് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വൺസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ് എത്ര നാൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. പിന്നെ നോട്ട്സും മെൻറ്ററിങ്ങും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, എലിസബത്തൻ ഏജിന് ശേഷം നിയോ ക്ലാസിക്കൽ പീരീഡ്. നിയോ ക്ലാസിക്കൽ പീരീഡിന്റെ സബ് ഡിവിഷൻസ് ഏതൊക്കെയാണ്? റെസ്റ്റോറേഷൻ ഏജ്, അഗസ്റ്റ്യൻ ഏജ്, ഏജ് ഓഫ് സെൻസിബിലിറ്റി. റെസ്റ്റോറേഷൻ ഏജ് മീൻസ് റീസ്റ്റോറിങ് മൊണാർക്കിയാണ്. നമ്മൾ റെനൈസൻസ് കാലഘട്ടത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് നമ്മുടെ
റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങളും അതേപോലെ തന്നെ പാർലമെൻറ്റുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മൊണാർക്കി റീസ്റ്റോർ ചെയ്ത കാലഘട്ടമാണ് റെസ്റ്റോറേഷൻ ഏജ് എന്ന് പറയുന്നത്. ആ സമയത്ത് പ്രധാനപ്പെട്ട ഒരു ലിറ്റററി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിരുന്നു കോമഡി ഓഫ് മാനേഴ്സ്. എന്താണ് കോമഡി ഓഫ് മാനേഴ്സ്? ഹിപ്പോക്രസി അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റിക് ഗ്രൂപ്പിനെ ഹൈലൈറ്റ് ചെയ്ത് കളിയാക്കുന്നതായിരുന്നു ഈ കോമഡി ഓഫ് മാനേഴ്സ്. എസ്പെഷ്യലി അവരുടെ നടത്തം, അവരുടെ നമ്മൾ പഴയ സിനിമ ഒരു 90s 2000s മൂവീസിലൊക്കെ നോക്കുവാണെങ്കിൽ ഈ ക്ലബിലൊക്കെ പോകുന്ന ലേഡീസിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസും അതേപോലെ തന്നെ ഒരു ഹാൻഡ് ബാഗും ഇച്ചിരി ഹൈ ഹീൽ ഷേപ്പും കൊടുത്തിട്ട് അവർ റാം വാക്ക് ചെയ്യും. അത് കാണുമ്പോൾ നമുക്കറിയാം സോക്കോൾ സൊസൈറ്റി ലേഡീസ് ആണ് എന്ന്. ദാറ്റ് മീൻസ് അവരുടെ ആ ഒരു മാനറിസത്തെ മോക്ക് ചെയ്യാണ്. അത് തന്നെയാണ് റെസ്റ്റോറേഷൻ ഏജിലെ കോമഡി ഓഫ് മാനേഴ്സ്. കിട്ടും നിങ്ങൾക്ക്? ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടി. പെട്ടെന്ന് നമുക്ക് ഇങ്ങനൊരു ഫൈനലി ടച്ച് ചെയ്ത് പോകുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് നേരം സംസാരിച്ച് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഓക്കെ ആണോ? അത്രയും ഞാൻ പറഞ്ഞു പോയി അത്രയും? ഓക്കെ, അപ്പം അടുത്തത് അഗസ്റ്റിൻ ഏജ് ആണ്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറേഷൻ ഏജിലെ പ്രധാനപ്പെട്ട റൈറ്റർ ജോൺ ഡ്രൈഡൻ ആണ്. അദ്ദേഹത്തിൻ്റെ അബ്സലം ആൻഡ് അക്വിറ്റോഫൽ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ ഫോർ ലവ് ഒക്കെ നമുക്ക് പഠിക്കാം. ദെൻ അഗസ്റ്റിൻ ഏജിൽ കുറച്ചും കൂടെ കിങ് അഗസ്റ്റസിൻ്റെ കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ ഈ അത്യാവശ്യം റൈറ്റേഴ്സ് എല്ലാം തന്നെ ഒരു സെറ്റയർ ആക്ഷേപഹാസ്യം ഉപയോഗിച്ചിരുന്ന റൈറ്റേഴ്സ് ആയിരുന്നു. ഇപ്പം അലക്സാണ്ടർ പോപ്പ് ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും, സ്വിഫ്റ്റിൻ്റെ ഗളിവേഴ്സ് ട്രാവൽ നിങ്ങൾക്കറിയാം. ഗളിവറുടെ യാത്രകൾ കുട്ടികൾക്ക് പോലും വായിച്ച് മനസ്സിലാകുന്ന ഒരു വർക്കാണ്. പക്ഷെ അതൊരു സറ്റയറാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ സൊസൈറ്റീനെയും ആളുകളെയും എല്ലാം കളിയാക്കുന്ന രീതിക്ക് തന്നെയാണ് ഈ വർക്ക് എഴുതിയിട്ടുള്ളത്. അതൊരു കുട്ടികളുടെ ഫിക്ഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അപ്പാർട്ട് ഫ്രം ദാറ്റ് ദർ ഇസ് എ ക്രിട്ടിക്കൽ സറ്റയർ. ദെൻ ഏജ് ഓഫ് സെൻസിബിലിറ്റി, അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈസ് ഓഫ് നോവൽ, അത് നോവലുകളുടെ ഉദയമാണ്. നമ്മുടെ ഡ്രാമയുടെ ഉദയമായിരുന്നു റിനൈസൻസ് ഏജിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഏജ് ഓഫ് സെൻസിബിലിറ്റി ആ ഒരു കാലഘട്ടത്തിൽ റൈസ് ഓഫ് നോവൽസ്, അതിൽ തന്നെ ഫസ്റ്റ് വൺ എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കിക്കേ, സാമുവൽ ജോൺസൺ, അതേപോലെ ഹൊറീസ് വാൽപോളിൻ്റെ കാസ്റ്റിൽ ഓഫ് ഉട്രാൻഡോ ഒക്കെ അതിൽ വരുന്ന വർക്കാണ്. അത് ഗോതിക് ഫിക്ഷൻ്റെ ബിഗിനിങ്ങും കൂടിയായിരുന്നു കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ. അപ്പം നമുക്ക് ഓരോ കാലഘട്ടങ്ങളിൽ എഴുതുക, അതിലെ റൈറ്റേഴ്സിനെ നോട്ട് ഡൗൺ ചെയ്യുക, അവരുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഒരു മിനിറ്റ്, ഒരു സമയം ഞാൻ എടുത്തോട്ടെ, ഒറ്റയ്ക്കൊരു മിനിറ്റ്. എനിക്കൊരു പൊടി കുഞ്ഞുണ്ട്, ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട് പുറത്ത്. 4 മാസം പ്രായമായിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ക്യാൻ ഐ ടേക്ക് 1 minute? Is it okay for you? Okay. ഒറ്റ മിനിറ്റ് കേട്ടോ, നിങ്ങൾ ലെഫ്റ്റ് ആവരുത് കേട്ടോ. ഓക്കെ, സോറി ടു ട്രാവൽ യു കേട്ടോ. നിങ്ങളുടെ കുറച്ച് സമയം വേസ്റ്റ് ആയിരുന്നല്ലോ. ഒന്ന് താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. നമുക്ക് എന്തായാലും അടുത്ത സ്ലൈഡിലേക്ക് പോകാം.
നെക്സ്റ്റ് നമുക്കിടെ റൊമാൻറ്റിക് ഏജ് ആണ്. റൊമാൻറ്റിക് ഏജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഏജ് ആണ്. റൊമാൻറ്റിക് ഏജിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് 1790 ഏജിൽ ലിറിക്കൽ ബാലഡ്സിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയിട്ടാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, പ്രെഫസ് ആണോ ലിറിക്കൽ ബാലഡ്സ് ആണോ ഫസ്റ്റ് വന്നത്? ലിറിക്കൽ ബാലഡ്സ് കറക്റ്റ് ആണ് കേട്ടോ. പ്രിഫേസ് അല്ല. സാധാരണ നമുക്ക് എന്ത് വർക്ക് വന്നാലും ആദ്യമേ ഒരു ആമുഖമാണ് വരേണ്ടത്. പക്ഷെ എന്നാൽ ലിറിക്കൽ ബാലഡ്സിൻ്റെ കേസിൽ ലിറിക്കൽ ബാലഡ്സ് ഫസ്റ്റ് വരികയാണ്. അപ്പോൾ ഈ നമ്മുടെ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന ന്യൂ ക്ലാസിക്കൽ ഏജിൽ ആളുകൾ വായിച്ചിരുന്ന ഒരു ശൈലിയിൽ നിന്നും റൊമാൻറ്റിക് ഏജിലെ റൈറ്റിംഗ് ശൈലി വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ ആൾക്കാർക്ക് അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഇവർ വിചാരിക്കുന്ന രീതിക്കുള്ളൊരു അക്സെപ്റ്റൻസ് ഇവരുടെ വർക്കിന് ലഭിക്കാണ്ട് വരികയും ചെയ്തു. അപ്പം അങ്ങനെയാണ് റൊമാൻറ്റിക് ഏജിലെ റൈറ്റേഴ്സ് നമ്മുടെ ബിഗിനിങ് ബുക്ക് എന്ന് പറഞ്ഞ ലിറിക്കൽ ബാലഡ്സ് ആണ്. അപ്പോൾ ലിറിക്കൽ ബാലഡ്സിൻ്റെ റൈറ്റേഴ്സ് ആയിട്ടുള്ള വേർഡ്സ്വർത്തും കോളറിഡ്ജും ഇവർ എക്സ്പെക്ട് ചെയ്തൊരു ഔട്ട്കം അവർക്ക് കിട്ടാതെ വരുന്ന സമയത്താണ് ഇവരെന്ത് ചെയ്തത്? ഇവർ പ്രിഫസ് എഴുതിയത്. ഓക്കെ, ഞങ്ങളുടെ വർക്ക് ഇതങ്ങനെയെന്നും നിങ്ങൾ ഈ ശൈലി വേണം ഫോളോ ചെയ്യാനെന്നും. അങ്ങനെയാണ് ഈ റൊമാൻറ്റിക് ഏജിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. കുറേയും കൂടി ഇമോഷൻസിനും കുറേയും കൂടി നേച്ചറിനും ഇമാജിനേഷനും ഇൻഡിവിജ്വലിസത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു കാലഘട്ടമായിരുന്നു. മേജർ റൈറ്റേഴ്സ് വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ കോളറിഡ്ജ്, ഷെല്ലി, കീറ്റ്, മേരി ഷെല്ലി, ബൈറൺ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ വില്യം വേർഡ്സ്വർത്തിൻ്റെ ലിറിക്കൽ ബാലഡ്സ്, കോളറിഡ്ജിൻ്റെ കുബ്ല ഖാൻ, റൈം ഓഫ് എൻ ഏൻഷ്യന്റ് മാരിനർ, ഷെല്ലി കീറ്റ്സിൻ്റെ ഓഡ്, അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ദെൻ ആഫ്റ്റർ റൊമാൻറ്റിക് ഏജ് വിക്ടോറിയൻ ഏജ് ആണ്. ക്യൂൻ വിക്ടോറിയയുടെ കാലഘട്ടമാണ് വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ഒപ്പം തന്നെ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുരോഗമനമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുകയാണ്. അപ്പോൾ സയൻറ്റിഫിക് വൈസും കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ച ഒരു ഏജ് ആയിരുന്നു വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ വിക്ടോറിയൻ ഏജിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സയൻസ് റെവല്യൂഷനൊക്കെയാണ് സംഭവിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചാൾസ് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഒരു ഡിലേമ വരുന്നത്, ഒരു കൺഫ്യൂഷൻ, വെദർ വി ഹാവ് ടു ഫോളോ റിലീജിയൻ ഓർ വെദർ വി ഹാവ് ടു ഫോളോ സയൻസ്. അതാണ് വിക്ടോറിയൻ കോംപ്രമൈസ് എന്നൊക്കെ പറഞ്ഞ ഐഡിയയിലേക്ക് എത്തപ്പെടുന്നത്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കീ ഫീച്ചേഴ്സ് ആയിരുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തീംസ്, സോഷ്യൽ റിയലിസം, മോറൽ പേർപ്പസ് ഒക്കെ ഉണ്ടായിരുന്നു. ചാൾസ് ഡിക്കൻസിൻ്റെ വർക്ക്സ്, ബ്രോണ്ടെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള എലിസബത്ത് ബ്രോണ്ടെ, ആനി ബ്രോണ്ടെ, ഷാർലറ്റ് ബ്രോണ്ടെ അവരുടെ വർക്ക്സ്, ടെനിസൺ, തോമസ് ആഡി അവരുടെയൊക്കെ വർക്ക്സ് ഈ ഒരു സമയത്ത് പ്രധാനപ്പെട്ട വർക്ക്സ് ആണ്. അപ്പോൾ തോമസ് ആഡിയുടെ ഒക്കെ എത്ര വർക്ക്സ്, ജൂഡ് ഒബ്സ്ക്വയർ, ടെസ് ഓഫ് ദി ടവർ ബിൽസ്, ഫാർ ഫ്രം ദ മാറ്റ്ലിംഗ് ക്രൗഡ്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കായിട്ട് പഠിക്കാവുന്നതാണ്. ചാൾസ് ഡിക്കൻസിൻ്റെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ, പിക് പേപ്പേഴ്സ്, ഒലിവർ ട്വിസ്റ്റ്, അങ്ങനത്തെ വർക്ക്സ് ഒക്കെ നമുക്ക് നോക്കാം. ബ്രോണ്ടെ സിസ്റ്റേഴ്സിൻ്റെ മിക്ക വർക്കും, കാരണം അവർക്ക് കുറച്ച് വർക്കുള്ളൂ, എപ്പാർട്ട് ഫ്രം അതെ, അവർക്ക് വളരെ കുറച്ച് വർക്കാണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. Okay, next one is Edwardian era. Edwardian period ആണ്. Edwardian period focus on the society, social class and realism. പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് എന്ന് പറയുന്നത് E.M. ഫോസ്റ്റർ, H.G. വെൽസ് ഒക്കെയാണ്. ഇപ്പോൾ H.G. വെൽസിൻ്റെ വർക്കിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന റിയലിസ്റ്റിക് എലമെൻസും സൊസൈറ്റിയും ക്ലാസ്സും ഒക്കെ നമുക്ക് വിസിബിൾ ആണ്. ദെൻ ജോർജിയൻ പീരീഡ്. ഈ സമയത്തെ കീ ഫീച്ചർ ആയിരുന്നു റൂറൽ ആൻഡ് പാസ്റ്ററൽ തീം, പ്രീ വാർ നൊസ്റ്റാൾജിയ. റൈറ്റേഴ്സാണ് റോബർട്ട് ബ്രൂക്ക്, ജോൺ മെയ്സ്ഫീൽഡ് ഒക്കെ. നമ്മുടെ വാർ പോയിട്രി ഒക്കെ വരുന്നത് ഈ ഒരു സമയത്താണ്. ദെൻ മോഡേൺ പീരീഡ് ആൻഡ് പോസ്റ്റ് മോഡേൺ പീരീഡ്. മോഡേൺ പീരീഡിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ്, ജെയിംസ് ജോയ്സിൻ്റെ വർക്ക്, വെർജീനിയ വൂൾഫിൻ്റെ വർക്ക് ഒക്കെ നമുക്ക് അവിടെ കാറ്റഗറി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എലിയറ്റിൻ്റെയും ജോയ്സിൻ്റെയും വെർജീനിയ വൂൾഫിൻ്റെയും വർക്കിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഏകദേശം സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കൊക്കെ വരുന്ന ഒരു സമയമാണ് ആ ഒരു ബിഗിനിങ് ഓഫ് പോസ്റ്റ് മോഡേൺ ഏജ് മോഡേൺ ഏജ്. ദെൻ കംസ് ദ പോസ്റ്റ് മോഡേൺ ഏജ്. പോസ്റ്റ് മോഡേണിലാണെങ്കിൽ ഒരു മെറ്റാഫിക്ഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, ഒരു ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ പീരിയഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും റൈറ്റേഴ്സും അവരുടെ ഇമ്പോർട്ടൻറ്റ് വർക്കിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഗ്ലിംസ് കിട്ടും. എനിക്കറിയാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു ഗ്ലിംസ്, ഒരു ഒറ്റ നോട്ടം എന്തെങ്കിലുമൊക്കെ മൈൻഡിലേക്ക് വന്നോ?
നിങ്ങൾക്ക് ഓക്കെ ആണോ? മുന്നോട്ടേക്ക് പോവാമോ? ഓക്കെ, മേജർ ഏരിയ ടു ഫോക്കസ്. നിങ്ങൾ ഈ ക്ലാസ്സിന് കയറുന്ന സമയത്ത് നിങ്ങൾ കേൾക്കാൻ നമ്മൾ ചോദിച്ചിരുന്നു നിങ്ങളുടെ മൈൻഡിലൂടെ പോകുന്ന ചിന്തകളൊക്കെ പറയാൻ പറഞ്ഞത് നിങ്ങൾ കുറേ പേര് നെർവസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ ഈ ക്ലാസ്സിന് വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനൊരു ലൈവ് അറ്റൻഡ് ചെയ്യാനുള്ള ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാനൊക്കെയാണ് നിങ്ങൾ പറയുന്നതാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. Major area to focus. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ലിംഗ്വിസ്റ്റിക്സ്. ഈ ലിംഗ്വിസ്റ്റിക്സും നമ്മുടെ പെഡഗോജിക്കൽ സെക്ഷൻ്റെയും മാർക്ക്. പെഡഗോജി നമുക്കറിയാം ഏകദേശം ഒരു 20 ചോദ്യങ്ങളോളം പെഡഗോജിയിൽ നിന്ന് വരും. ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു 20 + 5 25 or 30 ഇത് നമുക്ക് സുഖമായി വാങ്ങാൻ പറ്റും. കാരണം ഈ പെഡഗോജിക്കൽ സെക്ഷൻസിലൊന്നും വലിയ അപ്ഡേഷൻസ് ഒന്നും വരുന്നില്ല. ലിംഗ്വിസ്റ്റിക്സിലും വലിയ ചേഞ്ചസ് വരുന്നില്ല. ലിംഗ്വിസ്റ്റിക്സിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് കുറച്ച് കീ ടേംസ് ഉണ്ട്. പിജിൻ, ക്രയോൾ, ഡയലക്ട്, രജിസ്റ്റർ, ജാർഗൻ, അങ്ങനത്തെ കുറേ കീ ടേംസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ബൈലിംഗ്വലിസം, മൾട്ടിലിംഗ്വലിസം, അതുപോലെ തന്നെ ഓരോ സൗണ്ട്സിൻ്റെ പ്ലേസ് അനുസരിച്ചുള്ള ആർട്ടിക്കുലേഷൻ, അതിൻ്റെ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ, പ്ലോസീവ്സ്, ഞാൻ പറഞ്ഞതാണ് പ്ലോസീവ്സ്, ലേബിയോഡെൻഡൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് എപ്പോഴും ലിംഗ്വിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ വരുന്നത്. ലാഡ് എന്താണ്, നോം ചോംസ്കിയുടെ, അതുപോലെ തന്നെ ചോംസ്കിയുടെയും ഡെറിഡയുടെയും വർക്ക്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന ലിംഗ്വിസ്റ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ ഫേമസ് ആയിട്ടുള്ള പോയട്രീസ് ഉണ്ട്, കുറേ ഫേമസ് വർക്ക്സ് ഉണ്ട്. നമ്മുടെ ക്ലാസിക്കൽ പോയട്രിക് വർക്ക്സ് എന്ന് പറയുന്നത് ആ വർക്കിൻ്റെ സ്ട്രക്ചർ, ഫീച്ചർ, ഓപ്പണിംഗ് ലൈൻ, ക്ലോസിംഗ് ലൈൻ ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ആരുടെയും ചോദിക്കാറുണ്ട്. ആ വർക്കിൻ്റെ റൈറ്ററെ കുറിച്ചും ചോദിക്കാറുണ്ട്. പിന്നെ ലിറ്റററി ഞാൻ പറഞ്ഞ കേൾക്കാമല്ലോ അല്ലേ. പിന്നെ ഓരോ വർക്കിൻ്റെ ലിറ്റററി ഓർഡർ, അതായത് പെർട്ടിക്കുലർലി ആ വർക്ക് ഏത് കാറ്റഗറിയിൽ പെടുന്ന വർക്കാണെന്നും, അതേപോലെ ന്യൂ ട്രെൻഡ്സ് ആൻഡ് ലിറ്ററേച്ചറെ കുറിച്ചും ന്യൂ ട്രെൻഡ്സ് ആൻഡ് ലിറ്ററേച്ചറിൽ മാറി വരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് വേണം എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് സെറ്റിനും കേറ്റിനും നെറ്റിനും ഒക്കെ ഇങ്ങനെ ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. കിട്ടിയോ? ഫോൺ ഇപ്പോൾ ഓഫാകും, എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തിയിടൂ. ഇതൊക്കെ ചാർജ് ചെയ്ത് വെച്ചിട്ട് വേണ്ടേ വന്നിരിക്കാനായിട്ട്. സാരമില്ല, സമയം വേണോ? വേഗം ഓടിപ്പോയി കുത്തിക്കോളൂ, വേഗം ചാർജ് ചെയ്യാൻ കിട്ടുള്ളൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വേർഡ്സ് കോയിൻ ചെയ്തതും ടേംസിനെ കുറിച്ചും ചോദ്യം വരാറുണ്ട്. ചില പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1-2 ചോദ്യങ്ങളൊക്കെ ഇതേപോലെ വേർഡ് കോയിനേജുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കത് പഠിക്കാനായിട്ട് ഈ MH എബ്രാത്തിൻ്റെ ഗ്ലോസറി ഓഫ് ലിറ്ററേച്ചർ ഗ്ലോസറി ടെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അതിനകത്തെല്ലാം തന്നെ ഈ ഒരു ടേംസിൻ്റെ ഡെഫിനേഷനോ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫ് നോട്ടും ഉണ്ട് കേട്ടോ. അപ്പം മെറ്റഫിസിക്കൽ പോയിട്രി മെറ്റഫിസിക്കൽ പോയിട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വിത്ത് കോംപ്ലെക്സ് മെറ്റഫേഴ്സ് ആണ് മെറ്റഫിസിക്കൽ പോയിട്രിയിൽ വരുന്നത്. ഈ ഒരു ടേം കോയിൻ ചെയ്തത് സാമുവൽ ജോൺസൺ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേയിൽ, ലൈഫ് ഓഫ് മെറ്റഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു എസ്സേയിലാണ് അദ്ദേഹം ഈ ഒരു ടേം കോയിൻ ചെയ്തിരുന്നത്. പിന്നെ ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺട്രൈംഡ് അയാംബിക് പെൻറ്റാമീറ്റർ ആണ് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത്. ഇത് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞ ടേം ആരും കോയിൻ ചെയ്തതല്ല, പക്ഷേ അതിൻ്റെ പോപ്പുലറൈസ് ആക്കിയത് ക്രിസ്റ്റഫർ മാർലോയാണ്. പിന്നെ ഹമാഷ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഹമാഷ്യ? എന്താണ് ഹമാഷ്യ? ട്രാജിക് ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്? പ്രോക്രാസ്റ്റിനേഷനോ
എനിക്ക് മനസ്സിലായി എന്താ ഉദ്ദേശിച്ചെന്ന്. ഓക്കെ, ഞാൻ എന്തായാലും ബാക്കി ആർക്കും ഒരു ഐഡിയ ഇല്ല. ട്രാജിക് ഫ്ലോ എന്താണ്? ഒരാൾ പറഞ്ഞു ഹമാർഷ്യ വെച്ച് ട്രാജിക് ഫ്ലോ ആണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഈ ട്രാജിക് ഫ്ലോ? പ്രോബ്ലം ഫേസിങ് ബൈ എ ട്രാജിക് ഹീറോ, ട്രാജഡി. യെസ്, ഫർഹ പറഞ്ഞത് കറക്റ്റാണ്. ദ ഇറർ വിച്ച് ലീഡ്സ് ടു ദ ഡൗൺഫോൾ ഓഫ് ദി ക്യാരക്ടർ. അതായത് ഒരാൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു. നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന് പറയുന്ന വർക്ക് എന്തുകൊണ്ട് ഒരു ട്രാജഡി ആയിട്ട് മാറി? എന്തുകൊണ്ടാണ് ഹാംലെറ്റ് ഒരു ട്രാജഡി ആയിട്ട് മാറിയത്? യെസ്, ഹാംലെറ്റിൻ്റെ ഒരു ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ ആണ്. ക്ലോഡിയസിനെ കൊല്ലാനായിട്ട് എത്ര അവസരങ്ങൾ മുമ്പിൽ വന്നു? പ്രോക്രാസ്റ്റ് ചെയ്തില്ലേ? എന്തുകൊണ്ട് മാക്ബത്ത് ട്രാജഡിയായി? ഓവർ അംബീഷൻ വന്നുകൊണ്ടാണ് മാക്ബത്ത് ട്രാജഡി ആയത്. അല്ലെങ്കിൽ ഡങ്കനെ കൊല്ലാനും പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരു വർക്ക് ട്രാജഡി ആകണമെങ്കിൽ ആ ഹീറോയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. ആ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ആണ്, എററാണ് ട്രാജിക് ഫ്ലോ എന്ന് പറയുന്ന ഹമാഷ്യ. ഈ ഒരു ടേം കോയിൻ ചെയ്തത് അരിസ്റ്റോട്ടിലാണ്, അദ്ദേഹത്തിൻ്റെ പോയറ്റിക്സിലാണ്. ദെൻ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, അതായത് a set of object situations or events that evoke a particular emotion. നമുക്കിപ്പോൾ ഒരു ഇമോഷൻ കൺവേ ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ചില സിനിമയിലൊക്കെ മരണം സംഭവിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മഴ പെയ്യും. ദാറ്റ് മീൻസ് ദേ ആർ യൂസിങ് ദ സിറ്റുവേഷൻ. ആ ഒരു മഴ പെയ്യുന്നത് ഒരു മനസ്സിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുന്ന ഒരു ഫീലിലോ എന്തൊക്കെയോ റൈറ്റേഴ്സ് അങ്ങനെ കൊണ്ടുവരാറുണ്ട്. ആ ചുറ്റുമുള്ള സിറ്റുവേഷൻസിലും ചുറ്റുമുള്ള ഒബ്ജക്ട്സിലും ഒക്കെ സെയിം ആയിട്ടുള്ള ഈ ഇമോഷൻസ് ഇവോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടുവന്നത് T.S. എലിയറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഹാംലെറ്റ് ആൻഡ് ഇറ്റ്സ് പ്രോബ്ലംസ് എന്ന് പറയുന്ന എസ്സേയിലാണ് ഈ ഒരു കാര്യം കൊണ്ടുവന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ടേം കൊണ്ടുവരുന്നത്, ഈ എസ്സേ കൊണ്ടുവന്നത്? അക്കോർഡിംഗ് ടു T.S. എലിയറ്റ്, ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റ് ലാക്സ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഒരുപാട് ന്യൂനതകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട് ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന് പറയുന്ന വർക്കിൽ. ഓക്കെ, ഇത് ടേംസ് മാത്രമല്ല, ഈ പോയിട്രിയിലൊക്കെ ഉള്ള ഫ്രേസസിനെ കുറിച്ചും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദ ഫ്രേസ് ടെറിബിൾ ബ്യൂട്ടി വാസ് കോയിൻഡ് ബൈ W.B. എച്ചിൻ്റെ ഈസ്റ്റർ 1916 എന്ന് പറയുന്ന വർക്കിലാണ് ഈ ടെറിബിൾ ബ്യൂട്ടി എന്ന് പറയുന്ന ഈ ഒരു ടേം വന്നത്. ഇതൊക്കെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. Next one, the phrase fearful symmetry occur in a poem by William Blake. വില്യം ബ്ലേക്കിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ടൈഗറും ലാമ്പും. അതിൽ ടൈഗർ എന്ന് പറയുന്ന പോയത്തിനകത്താണ് ഈ ഒരു ഫിയർഫുൾ സിമെട്രിയുടെ ഈ ഒരു ഫ്രേസ് ബ്ലേക്ക് കൊണ്ടുവന്നത്. നെക്സ്റ്റ്, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടേം ആരാണ് കോയിൻ ചെയ്തത്? വില്യം ജെയിംസ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ടെക്സ്റ്റിലാണ് ഈ ഒരു ടേം കൊണ്ടുവന്നത്. പതറ്റിക് ഫാലസി ഇസ് എ ടേം കോയിൻഡ് ബൈ ജോൺ റസ്കിൻ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇങ്ങനത്തെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇനി നോവലുകളുടെ സെറ്റിങ്സ്, ചില നോവലുകളുടെ സെറ്റിങ്സ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എമിലി ബ്രോണ്ടയുടെ വുതറിംഗ് ഹൈറ്റിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ, വുതറിംഗ് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതൊരു യോർക്ക്ഷയർ മോർസ്, ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ മോറിലുള്ള ഒരു ഫിക്ഷണൽ പ്ലേസ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ആ ഒരു സ്ഥലത്തെ നമ്മുടെ കിലുക്കം സിനിമയില്ലേ, കിലുക്കം സിനിമ ഇന്നും കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഒരു മഞ്ഞ കളറുണ്ട്. ആക്ച്വലി തണുപ്പ് പ്രദേശത്തെ ക്ലൈമറ്റ് അങ്ങനെ തന്നെ ഡൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് സ്ട്രക്ചർ കൊണ്ടുവന്നതാണ്. അതേപോലെ തന്നെയാണ് എമിലി ബ്രോണ്ടയുടെ വുതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന ബുക്കിൽ ഈ ഒരു വുതറിംഗ് ഹൈറ്റിലെ ക്ലൈമറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ദെൻ 22-1B ബേക്കർ സ്ട്രീറ്റ് നമ്മുടെ ഷെർലക് ഹോംസിൻ്റെ അഡ്രസ് ആണ്. ദെൻ തോൺഫീൽഡ് ഹാൾ ഷാലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ എയർ എന്ന് പറയുന്ന വർക്കിലെ ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു ഗോതിക് എസ്റ്റേറ്റാണ് തോൺഫീൽഡ് ഹാൾ. ഇങ്ങനെ കുറേ വർക്കിൻ്റെ ഉണ്ട് കേട്ടോ, കുറേ വർക്കിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇമാജിനറി വേൾഡ് ക്രിയേറ്റഡ് ബൈ എമിലി ആൻഡ് ആൻ ബ്രോണ്ടെ. ആക്ച്വലി അത്
ഗൊണ്ടാൽ എന്ന് പറയുന്ന പ്രദേശമാണ് എമിലി ബ്രോണ്ടയും ആനി ബ്രോണ്ടയും കൂടി ക്രിയേറ്റ് ചെയ്തത്. ഇപ്പം നമുക്കറിയാം ആർ.കെ. നാരായണൻ്റെ ആണെങ്കിൽ മാൽഗുഡി, വില്യം ഫോക്നറിൻ്റെ ആണെങ്കിൽ ലോക്ന പട്ടോവ, അതേപോലെ എമിലി ആൻഡ് ആനി ബ്രോണ്ടെ ഒന്നിച്ച് ക്രിയേറ്റ് ചെയ്ത ഫിക്ഷണൽ പ്ലേസ് ആണ് ഗൊണ്ടാൽ. എമിലിയുടെ നമ്മുടെ യോർക്ക്ഷയർ മോറിൽ wuthering ഹൈറ്റ്സിൻ്റെ ആ ഒരു ക്ലൈമറ്റിനോട് സിമിലർ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്ലേസും ഇവർ പ്രസൻറ്റ് ചെയ്തത്. ഇനി മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിക്ഷണൽ ടൗൺസ് ആണ് വെസെക്സ്, തോമസ് ആർഡി, ആസിബ്ലാഡ, C.S. ലൂയിസ്, ബ്രാഞ്ചസ്റ്റർ, ആന്റണി ട്രൊലോ, ബിയർഡ്സ്ലി, വാൾഡമനബോബ്, സിറ്റി ഓഫ് ദ ഹാപ്പി പ്രിൻസ്, ഓസ്കർ വൈൽഡ്, കാന്തപുര, രാജാ റാവ്, ലില്ലിപുട്ട്, ജൊനാഥൻ സ്വിഫ്റ്റ്, മാൽഗുഡി, ആർ.കെ. നാരായണൻ, പിന്നെ ഞാൻ പറഞ്ഞ യോക്ന പട്ടോവ, വില്യം ഫോക്നർ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നെയിം ഓഫ് മെമ്പേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ലിറ്റററി ഗ്രൂപ്പ്സ്. നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കുറേ ലിറ്റററി ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ലിറ്റററി ഗ്രൂപ്പ്സിലെ മെമ്പേഴ്സിൻ്റെ ഒക്കെ പേര് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ സാധിക്കണം. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഷേക്സ്പിയറിൻ്റെ പ്രിഡിസസേഴ്സ് ആണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന്. അപ്പോൾ യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ കുറിച്ചൊരു ഐഡിയ വേണം. എത്ര പേരായിരുന്നു യൂണിവേഴ്സിറ്റി വിറ്റ്സ്? 7 പേര്. അവരുടെ ആരൊക്കെയാണ്? തോമസ് കിഡ്, ക്രിസ്റ്റഫർ മാർലോ, റോബർട്ട് ഗ്രീൻ, ജോൺ ലിലി, ജോഷ് പീൽ, തോമസ് ലോഡ്ജ്, തോമസ് നാഷ് ഒക്കെ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി വിറ്റ്സ്. അപ്പോൾ അവരുടെ ഇമ്പോർട്ടൻ്റ് വർക്കും കൂടി അറിയുന്നത് നല്ലതായിരിക്കും. Then metaphysical poets ആരൊക്കെയാണ്? ജോൺ ഡൺ, ജോർജ് ഹെർബർട്ട്, ആൻഡ്രൂ മാർവൽ, ഹെൻറി വോഗൻ, റിച്ചാർഡ് ക്രൂഷോ. ഷെവലിയർ പോയിറ്റ്സ് ആണെങ്കിൽ റിച്ചാർഡ് ലവ്ലേക്ക്, റോബർട്ട് ഹെറിക്, സർ ജോൺ സക്ലിംഗ്, തോമസ് ക്രൂ. ഇനിയും കുറേ ഉണ്ട് കേട്ടോ. പ്രീ റാഫലൈറ്റ്സ്, വാർ പോയിറ്റ്സ്, മോഡേണിസ്റ്റ് ഗ്രൂപ്പ്, സ്ക്രിബ്ലേഴ്സ് ക്ലബ് മെമ്പേഴ്സ്, അങ്ങനെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ലിംഗ്വിസ്റ്റിക്സ്. ലിംഗ്വിസ്റ്റിക്സിലകത്ത് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത് ദ കീ കൺസെപ്റ്റ്സ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ലിംഗ്വിസ്റ്റിക്സിലെ കീ കൺസെപ്റ്റ്സ് ഞാൻ കുറേ ടേംസ് പറഞ്ഞായിരുന്നു. കോമ്പിറ്റൻസ്, പെർഫോമൻസ്, ലാങ്, പരോള്, അതേപോലെ തന്നെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ലിംഗ്വിസ്റ്റിക്സുമായി നിൽക്കുന്ന കുറേ മെത്തേഡ്സ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, അതൊക്കെ നമ്മുടെ പെഡഗോജിയിലും വരും, ഇതിനകത്തും വരും. പിന്നെ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ, ട്രാൻസ്ഫോർമേഷൻ, ജനറേഷൻ ഗ്രാമർ, IC അനാലിസിസ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. The phoneme p in the words spin, pin, tip. P ആണെങ്കിലും 3 പ്രൊനൗൺസിയേഷനും പക്ഷെ ഒരേപോലെ ഇരിക്കും. അതാണ് ആലോഫോൺസ്. അപ്പം ആലോഫോൺസ്, ഹോമോഫോൺസ്, ഹോമോണിംസ്, അങ്ങനത്തെ കുറേ ടേംസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. The author of grammatology, Derrida. Phrase structure grammar rules makes use of rewrite rules. Full form of LAD, language acquisition device. T rules stand for transformational rules. The variety of language characteristics of a certain geographical area of social class is known as dialect. പ്രാദേശികപരമായിട്ടുള്ള ഭാഷാ വ്യതിയാനമാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ലൈൻസ് ഓഫ് ഫേമസ് പോയംസ്. ഇതിനകത്ത് ഞാൻ കുറച്ച് പോയമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ അത് ഭയങ്കര നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ പോയംസ് മാത്രമല്ല അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയത്തിൻ്റെ വരികളൊക്കെ നോക്കിയിട്ട് പോവുക. വേസ്റ്റ്ലാൻഡ് ആണെങ്കിൽ ഓപ്പണിംഗ് ലൈൻ എന്ന് പറയുന്നത് ഏപ്രിൽ ഇസ് ദ ക്രൂവലസ്റ്റ് മന്ത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് T.S. എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡിൽ പറയുന്നത് ഏപ്രിൽ ഇസ് ദ ക്രൂവലസ്റ്റ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോസറിൻ്റെ കാൻറ്റർബറിയിൽ പറയുന്നത് ഏപ്രിൽ ഇസ് ദ ബെസ്റ്റ് ടൈം ടു ഗോ ഫോർ എ പിൽഗ്രിമേജ്. Then Rothno taken by Robert Frost, two roads diverged into yellow woods. Then Paradise Lost by John Milton. The man first disobedience and he fall. And the fruit. Then Rime of the Ancient Mariner. It is the Ancient Mariner and he stopped one of 3. Ode to a Nightingale. My heart aches and a drowsy numbness pain. The Tiger by William Blake. Tiger, tiger, burning bright. ഇത്ര ഓക്കെ അല്ലേ?
നമുക്ക് നോക്കാം. ഇനി പെഡഗോജിക്കൽ സെക്ഷനും കൂടെ നോക്കിയിട്ട് നമുക്ക് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. പെഡഗോജിക്കൽ സെക്ഷനകത്ത് നമ്മൾ നോക്കിയിട്ട് പോകേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് ടീച്ചിങ് മാനറിസംസ്, ലാംഗ്വേജ് സ്കിൽസ്. ഇപ്പോൾ ലാംഗ്വേജ് സ്കിൽസിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. സ്കാനിങ് ഈസ് വൺ ഓഫ് ദ സബ് സ്കിൽ ഓഫ് ഡാഷ് റൈറ്റിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. ഓക്കെ, സ്കാനിങ് അതുപോലെ സ്കിമ്മിങ് ഒക്കെ ചോദിക്കാറുണ്ട്. സ്റ്റുഡൻസ് ബ്രെയിൻ സ്റ്റോം ഐഡിയാസ്, ഡ്രാഫ്റ്റ്, റീഡ്രാഫ്റ്റ്, റിവൈസ് ആസ് പാർട്ട് ഓഫ് ഡാഷ് ആക്ടിവിറ്റി. ഡ്രാഫ്റ്റ് ചെയ്യുന്നതും നമ്മൾ വായിച്ചു നോക്കി എഡിറ്റ് ചെയ്ത് റീഡ്രാഫ്റ്റ് ചെയ്യുന്നതും റിവൈസ് ചെയ്യുന്നതും എല്ലാം തന്നെ റൈറ്റിംഗിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അടുത്തത് ഈ നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ, ഡിറക്റ്റ് മെത്തേഡ്, സൈലന്റ് വേ, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് മെത്തേഡ്, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്, അങ്ങനത്തെ കുറേ മെത്തേഡ്സ് ഇല്ലേ. ഈ മെത്തേഡ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം എപ്പോഴും ചോദ്യങ്ങൾ വരും, എപ്പോഴും ക്വസ്റ്റ്യൻസ് ആണ്. ലേണേഴ്സ് മസ്റ്റ് മെമ്മറൈസ് ഗ്രാമർ റൂൾസ് ആൻഡ് വൊക്കാബുലറി ആൻഡ് ട്രാൻസ്ലേറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് ഇൻ ടു ഇംഗ്ലീഷ് ഇഫ് ദ ടീച്ചർ ഈസ് യൂസിങ് grammar translation method. First, students learn how to say words properly. Next, they learn to read and write. They use color charts and roads to help with the pronunciation of sounds. The teacher taking time is minimal. This is known as silent way. നമുക്ക് ഈ ഓരോ മെത്തേഡ്സിനെ കുറിച്ചും ഒരു ക്ലിയർ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മുടെ പെഡഗോജിക്കൽ സെക്ഷൻ്റെയും ലിംഗ്വിസ്റ്റിക് സെക്ഷൻ്റെയും മാർക്ക് നിങ്ങൾക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നെവർ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അത്യാവശ്യം ഒരു 2019 ഓൺവേർഡ്സിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ നമ്മുടെ ലാസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ പെഡഗോജി ഫുള്ള് പഠിക്കാനും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമ്മൾ കുറേ ഏരിയാസ് ടച്ച് ചെയ്ത് പോയി. ഇനി നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ചോദിച്ചു. മാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? കേറ്ററ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്യാവശ്യം ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽസ് ഇല്ലേ, യൂട്യൂബ് ചാനൽസിൽ നമ്മുടേതല്ല, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിലെ യൂട്യൂബ് ചാനൽസ് നോക്കുകയാണെങ്കിൽ അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഒക്കെ നടത്താറുണ്ട്. നമ്മുടെയിലും ഉണ്ട്, വേറെയും ചാനൽസിൽ നിങ്ങൾക്ക് നിറച്ച് അതേ ക്വസ്റ്റ്യൻ പേപ്പർ സ്ക്രീൻ ചെയ്തിട്ട് പറയാറുണ്ട്. ഇപ്പോൾ എത്ര വർഷത്തെ ക്വസ്റ്റ്യൻസ് നോക്കാനാണ് പറഞ്ഞത്? 2019 തൊട്ട് 2019 ഓൺവേർഡ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. 19, 20, 21, 22, 23, 24. ഇനി അത്രയും പറ്റിയില്ലെങ്കിൽ മിനിമം 2021 എങ്കിലും തൊട്ട് നോക്കുക. 21, 22, 23 ആൻഡ് 24 ഇനഫ് ആയിരിക്കും. ഇനി എന്താ ചോദിക്കാമല്ലോ നിങ്ങൾക്ക് ഡൗട്ടായിട്ട്? നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഓക്കെ ആയിരുന്നു? ഞാൻ പറഞ്ഞൊക്കെ ക്ലിയർ ആയോ? യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തോ? ഇഷ്ടമായോ? ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം? ഇനി നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത്? നിങ്ങൾ ചോദിക്കുക. PPT നമ്മൾ ചെറിയ ബ്രീഫ് നോട്ട്സ് ഷെയർ ചെയ്യാം കേട്ടോ. PPT അങ്ങനെ തരണ്ടാവില്ല, കുഞ്ഞു നോട്ട്സ് ഷെയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ വേറെ എന്താണ്, ഇതിൻ്റെ റെക്കോർഡഡ് വേർഷൻ അവൈലബിൾ ആക്കുമല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ PPTയുടെ ആവശ്യമില്ലല്ലോ. പ്രീവിയസ് ഇയർ PDF ക്വസ്റ്റ്യൻ പേപ്പർ, സെറ്റ് കോച്ചിങ് ഉണ്ട്. നമുക്ക് ടൂസ് അക്കാഡമിയിൽ സെറ്റ് കോച്ചിങ് അവൈലബിൾ ആണ്. സെറ്റ്, നെറ്റ്, കേറ്ററ്റ്, CTET, HSA, HSST എല്ലാം ഉണ്ട്. യൂട്യൂബ് ചാനൽ നെയിമാണ്, നമ്മൾ ലിങ്ക് ഞാൻ ഗ്രൂപ്പിലിടാം. ടൂസ് അക്കാഡമി തന്നെയാണ് യൂട്യൂബ് ചാനലിൻ്റെ നെയിം. ഗ്രാമർ ക്ലാസ് ഉണ്ടാവും, നമ്മുടെ ചാനലിലുണ്ട്, ഗ്രാമർ ക്ലാസ്സസ് അവൈലബിൾ ആണ്.
സെറ്റ് ബൂസ്റ്റർ കോഴ്സ് ഉണ്ടോ മാം? ഇപ്പോൾ നമ്മളുടെ കോഴ്സസ് ഇനി റണ്ണിങ് അല്ലട. കാരണം ഇനി നമ്മളൊരു കോച്ചിങ് എടുക്കുന്നത് ഭയങ്കര ബോറായിരിക്കും. കാരണം ഇനി ഫെബ്രുവരി 2 എക്സാം ആണ്. ഇപ്പോൾ നമ്മുടെ റിവിഷൻ ടൈം നമ്മളൊരു വൺ മന്ത് മുമ്പ് നമ്മുടെ കോച്ചിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. കാരണം അവസാനത്തെ ലാസ്റ്റ് 1 മന്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി കുട്ടികൾക്ക് നമ്മൾ റിവിഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എക്സാംസും ഒക്കെ കൊടുക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരു കോഴ്സ് നിങ്ങളുടെ പൈസ വെറുതെ കളയുന്നതായിരിക്കും. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവത്തില്ല. എപ്പോഴും ലാസ്റ്റ് ടൈം സെൽഫ് പ്രിപ്പറേഷൻ ആയിരിക്കും ബെസ്റ്റ്. ഓക്കെ, ഇനി എന്താണ് ചോദിക്കാനല്ലേ? ഇനി എന്തെങ്കിലും? ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡേറ്റും കാര്യങ്ങളും നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ടൈം ടേബിൾ കണ്ടു കാണും. അപ്പോൾ അതിനകത്ത് പക്ക പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് പോലെ തന്നെ ഇത്ര നമ്പർ ഓഫ് പെഡഗോജിക്കൽ ക്വസ്റ്റ്യൻസ്, ബാക്കി സബ്ജക്ട് ക്വസ്റ്റ്യൻസ്, അങ്ങനെയായിരിക്കും നമ്മുടെ എക്സാം ഉണ്ടാവും. മസ്റ്റായിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണം. ഫ്രീ ആയിട്ടുള്ള മോഡൽ എക്സാം ആണ്. പിന്നെ നമ്മളൊരു ഫ്രീ ഹാൻഡ് ബുക്കും കാര്യങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പരീക്ഷ എഴുതുക. എന്ത് പ്രശ്നം വന്നാലും അതിനെ ഫേസ് ചെയ്യുക. ടെൻഷനോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസോ ഒന്നും തന്നെ വേണ്ട. വളരെ ഹാപ്പി ആയിട്ട് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.